പരമ്പരാഗതമായ കൃഷിരീതികളെ ശാസ്ത്രീയമായ കാഴ്ചപ്പാടിൽ ചിട്ടപ്പെടുത്തിയപ്പോൾ പരിചരിക്കുവാൻ എളുപ്പമായി. ഏറ്റവും ഉയർന്ന പ്രദേശത്ത് തോട്ടവിള എന്ന നിലയിൽ കശുമാവ് കൃഷി ചെയ്തിരിക്കുന്നു. നഷ്ടങ്ങളുടെ പേരിൽ നല്ലൊരു ശതമാനം കർഷകരും ഒഴിവാക്കിയ തെങ്ങുകളെ നല്ല രീതിയിൽ പരിപാലിക്കുന്ന അപൂർവം കർഷകരിൽ ഒരാളാണ് ഇല്ലിക്കൽ ജോസഫ്. മുന്നൂറിൽ പരം കുരുമുളക് കൊടികളുള്ള തോട്ടത്തിൽ തെങ്ങുകളും മുൻനിരയിൽ തന്നെയുണ്ട്. ഇടവേളയായി ഇവയുടെ ഇടയിലും വാഴകൾ കൃഷി ചെയ്തിരിക്കുന്നു. ഓരോന്നിനും ആവശ്യമായ അളവിൽ സൂര്യപ്രകാശം കിട്ടുവാൻ കഴിയുന്ന തരത്തിലാണ് ഓരോ ഇനങ്ങളും കൃഷി ചെയ്തിരിക്കുന്നത്. ഇടവേളയായിട്ട് വാഴയുണ്ട്, കപ്പയുണ്ട്, പിന്നെ മറ്റ് കുറേ ചെറിയ ചെറിയ പച്ചക്കറി അങ്ങനത്തെയൊക്കെ ഉണ്ട്. അതിനൊക്കെ പച്ചക്കറിക്കൊക്കെ ഇത് സാധാരണഗതിയിൽ ഈ ഉപയോഗിച്ചാൽ പിന്നെ കശുമാവുണ്ട്. കശുമാവിനിത് ഇപ്പം 3 വർഷമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. കശുമാവിൻ്റെ തേയിലക്കൊതുവിന് 100% ഇത് ഫലപ്രദമാണ്. ഒരു 2-3 പ്രാവശ്യം സ്പ്രേ ചെയ്താൽ, പൂക്കുന്ന സമയത്ത് സ്പ്രേ ചെയ്താൽ തേയിലക്കൊതുക് കശുമാവിനുണ്ടാവത്തില്ല. കീടവികർഷണത്തിനും വളർച്ചയ്ക്കും സഹായിക്കുന്ന ഹോമിയോ ഒരേ സമയം വളങ്ങളുടെയും കീടനാശിനികളുടെയും ധർമ്മം നിർവഹിക്കുന്നു. ആക്രമണകാരികളായ കീടങ്ങളുടെയും മൃഗങ്ങളുടെയും സാന്നിധ്യത്തിൽ ചെടികൾ ഉൽപ്പാദിപ്പിക്കുന്ന രാസവസ്തുക്കളാണ് അല്ലുലോ കെമിക്കൽസ്. സാധാരണഗതിയിൽ ഇവ ചെറിയ തോതിൽ മാത്രമേ ചെടികളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടാറുള്ളൂ. ഹോമിയോ ട്രീറ്റ്മെന്റിലൂടെ ഇവയുടെ ഉൽപ്പാദനം വൻതോതിൽ വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. ഇതുമൂലം ശത്രുകീടങ്ങളെ അകറ്റി നിർത്താനും മിത്രകീടങ്ങളെ ആകർഷിക്കാനും ചെടികൾക്ക് സാധിക്കുന്നു. ഹോമിയോ ട്രീറ്റ്മെന്റിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന വിളകളിൽ ശരീരത്തിന് ദോഷകരമായ രാസവസ്തുക്കളും ഘനലോഹങ്ങളും തീരെയുണ്ടാവില്ലെന്നാണ് കർഷകരുടെ അഭിപ്രായം. രാസകീടനാശിനികൾ ഉപയോഗിച്ചുള്ള ആധുനിക കൃഷിരീതികൾ സുസ്ഥിര കൃഷിക്ക് അനുയോജ്യമല്ലാത്തതിനാൽ അതിലേക്ക് തിരിയാത്ത കർഷക കുടുംബം. മണ്ണിനെയും മനുഷ്യരെയും രോഗികളാക്കുന്ന കീടനാശിനികൾ കൃഷിയിൽ ഉപയോഗിക്കാതെ മണ്ണിന്റെ ജീവൻ സംരക്ഷിച്ചുകൊണ്ടുള്ള കൃഷിയാണ് ഇല്ലിക്കൽ ജോസഫ് നടത്തുന്നത്. കൃഷിപ്പണികളുടെ നല്ലൊരു പങ്കും കുടുംബാംഗങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. ഭാര്യ തങ്കവും മക്കളായ സിജു, ഷൈൻ, സിൻസി തുടങ്ങിയവർ കൃഷിപ്പണികളിൽ പിതാവിനോടൊപ്പമുണ്ട്. കുടുംബാംഗങ്ങൾ എല്ലാവരും കൂടി സഹകരിക്കുന്നുണ്ട്. അല്ലാതെ ഒറ്റയ്ക്കൊന്നും ഒരിക്കലും ഇത് നടത്തിക്കൊണ്ടുപോകാൻ പറ്റില്ല. പിന്നെ ജോലിക്കാരുണ്ട്, മേഘാലയ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നുള്ള ജോലിക്കാരെ ഞങ്ങൾ സഹായിക്കുന്നുണ്ട്. ഞങ്ങൾ 100% ഭാര്യയും മക്കളും ഒക്കെ കൃഷിയിൽ തന്നെ ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. നമ്മുടെ നാടിന്റെ ഭക്ഷ്യസുരക്ഷ സുസ്ഥിരമായ കൃഷിരീതികളെ ആശ്രയിച്ചാണിരിക്കുന്നത്. കൃഷിയുടെയും കർഷകന്റെയും നിലനിൽപ്പ് മനുഷ്യവംശത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമാണ്. പച്ചപ്പണിഞ്ഞ കൃഷിയിടങ്ങളാലും വൈവിധ്യമാർന്ന കൃഷിരീതികളാലും സമ്പന്നമാണ് ജോസഫിന്റെ കൃഷിയിടം. കണ്ണീരിലും കഷ്ടപ്പാടിലും നഷ്ടക്കണക്കുകളിലും തളരാതെ കാർഷിക രംഗത്ത് പിടിച്ചു നിൽക്കുവാൻ സഹായിച്ചത് കുടുംബത്തിലെ കൂട്ടായ പ്രാർത്ഥനയായിരുന്നു. ബുദ്ധിമുട്ടും കഷ്ടതയും സഹിച്ച് കാർഷിക രംഗത്തേക്ക് കടന്നുവരാൻ പുതുതലമുറ വിമുഖത കാണിക്കുമ്പോൾ മണ്ണിനോട് മമത കാട്ടി ദൈവവിശ്വാസത്തോടുകൂടി കൃഷി ഇറക്കി 100 മേനി വിളവ് നേടുന്ന ഈ കർഷകൻ മറ്റുള്ളവർക്ക് മാതൃകയാകുകയാണ്.